ലഹരിക്കെതിരെ ഉറച്ച യുദ്ധം പ്രഖ്യാപിച്ച് കൊച്ചി സിറ്റി പോലീസ്. ലഹരിമുക്ത കൊച്ചിക്കായി പോലീസിന്റെ ഉദയം പദ്ധതി ആരംഭിച്ചു. 1000 ബോധവൽക്കരണ ക്ലാസുകൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. മന്ത്രി പി രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലഹരിമുക്ത കൊച്ചി എന്ന ആശയമുയർത്തിയാണ് ഉദയം എന്ന പേരിൽ ഒരു വർഷം നീളുന്ന പദ്ധതി. ലഹരിമരുന്നുകളുടെ ഉപയോഗം മാരക വിപത്തായി കുട്ടികളിൽ പോലും ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ലഹരിയുടെ സ്വാധീന വലയങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടുന്നതിനും മറ്റുള്ളവർക്കായി പ്രതിരോധം തീർക്കുന്നതിനും ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനായാണ് പുതിയ പദ്ധതി. മന്ത്രി പി രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നാട് ഇന്ന് ഗൗരവപരമായ ഒരു ഭീഷണിയെ നേരിടുകയാണ്. ലഹരിയുടെ ഉപയോഗവും ഈ കൗമാരപ്രായക്കാരിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് അവരെ തകർക്കുന്നു, കുടുംബത്തിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ഭാവിക്ക് നാടിന്റെ ഭാവിക്ക് ഉപയോഗിക്കാൻ കഴിയേണ്ട മാനവ വിഭവശേഷിയെ ഇല്ലാതാക്കുന്നു. അത്രയും വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ലഹരി ഉണ്ടാകുന്നത്. ഉണരാം, ജീവിക്കാം, വിജയിക്കാം എന്നതാണ് പദ്ധതിയുടെ ആപ്തവാക്യം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായി ഒരു വർഷം 1000 ബോധവൽക്കരണ ക്ലാസുകളാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കളമശ്ശേരി രാജഗിരി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, MP ഹൈബിയടൻ എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മയക്കമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല. 24 കൊച്ചി.